ഹലോ, ഇന്നത്തെ റെസിപ്പി വാഴക്കൂമ്പ് തോരനാണ്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ വാഴക്കൂമ്പ് നന്നായിട്ട് അരിഞ്ഞ് അതിനൊരു ചെറിയൊരു കറയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി തിരുമ്മി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ചോപ്പറിലിട്ട് ചെയ്താലും മതി, നന്നായിട്ട് കിട്ടാറുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ കുറച്ച് നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് ചതച്ച് വെച്ചേക്കണം. അപ്പോൾ പണി എളുപ്പമായിട്ട് കിട്ടും. എന്നിട്ടൊരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കടുകും ഉഴുന്നുപരിപ്പും അല്ല ഇടുന്നത്, നമ്മളിതിന് അരിയാണ് ഇടുന്നത്. അരിയിട്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ 4 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്നിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് ബ്രൗൺ കളറായി വരുന്നൊരു സമയത്തേക്ക് നമ്മൾ കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ മെയിൻ ഐറ്റം വാഴക്കൂമ്പ് നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകണം. ബ്രൗൺ കളർ ആയാലെന്നുണ്ടെങ്കിൽ തോരനകത്തിൽ വലിയ കഷ്ണമായിട്ട് ചുവന്നുള്ളി കിടക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വാഴക്കൂമ്പ് ഇടുക. വാഴക്കൂമ്പിനകത്ത് ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ഇത് വേവാൻ നേരം നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. വാഴക്കൂമ്പിനകത്ത് ഉപ്പ് നമ്മൾ ചേർത്താണ് തിരുമ്മി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കിനും ചെറിയൊരു കളർ ചേഞ്ചും ചെറിയൊരു സ്മെൽ 2-3 സെക്കൻഡ്സ് ഒക്കെ കഴിയുമ്പോഴത്തേനും കൂമ്പിനൊരു കളർ ചേഞ്ച് ഉണ്ടാവും, ഒരു ചെറിയ സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയമാണ് ഇതിൻ്റെ പരുവം. നമ്മൾ പിന്നെ ചിലരത് മൂടി വെച്ച് വേവിക്കാറുണ്ട്. നമ്മൾ പക്ഷേ ചെറിയൊരു കറയൊക്കെ ഉള്ളത് കാരണം ശകലം വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇത് വേവിക്കുന്നത്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുക, സ്പൂണ് കൊണ്ടൊന്ന് പൊത്തി വെക്കുക. പൊത്തി വെച്ചിട്ട് അതിനേക്ക് ശകലം വെള്ളം ഒഴിക്കും. ശകലം വെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ ആഡ് ചെയ്യുന്നത്, വേവിക്കുന്നത്. അപ്പോൾ ഇതിന് ഇനി ഉപ്പിടാറില്ല, നേരത്തെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ചാണ് ഇത് വേവിക്കുന്നത്. മൂടി വെച്ച് വേവിക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയം ആകുമ്പോഴത്തേക്കിനും നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ആഡ് ചെയ്യണം. എന്നാലേ അതിനും കൂടി ഒന്ന് ആവി കയറി ആ ഒരു പച്ച മണം മാറി കിട്ടത്തുള്ളേ. അപ്പോൾ നമ്മൾ അതും എന്ത് ചെയ്യണം, റെസ്റ്റ് ചെയ്യണം. ശ്രദ്ധിച്ചോണം, നമ്മൾ വെള്ളം കുറവാണ് ചേർത്തേക്കുന്നത്, അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തൊന്ന് നോക്കിയേക്കുക, അടിക്ക് പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് തോമരപ്പരിപ്പ്. നമ്മൾ കൂമ്പ് മാത്രമല്ല, കൂമ്പിനകത്തിലേക്ക് തോമരപ്പരിപ്പും കൂടി ഇട്ടാണ് നമ്മൾ തോരനാക്കുന്നത്. അപ്പോൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന തോമരപ്പരിപ്പും കൂടി നമ്മൾ ഈ തോരനകത്തിലേക്ക് ആഡ് ചെയ്യുക. നേരത്തെ ഒന്നും ഇടത്തില്ല, ജസ്റ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയിൽ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന തോമരയാണ്. അതും കൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും. തോമര വെന്തേൻ്റെ സ്മെല്ലും വെളുത്തുള്ളിയുടെയും മറ്റേ കറിവേപ്പിലയുടെയും എല്ലാം കൂടി ഒരു സ്മെല്ല് വരും. ഇതൊന്ന് പൊത്തി വെക്കുക, ലോ ഫ്ലെയിമിൽ വേണം. തോമരപ്പരിപ്പുള്ളതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഇത് എല്ലാം ആയി നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെ